നമ്മൾ പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ടാവും. പല പുസ്തകങ്ങളും വായിച്ചു കഴിയുന്ന സമയത്ത് കുറെ പുതിയ അനുഭവങ്ങളും പുതിയ അറിവുകളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഉപദേശങ്ങളും ഗുണപാഠങ്ങളും ഒക്കെയുള്ള വ്യത്യസ്തങ്ങളായ രചയിതാക്കൾ എഴുതിയ പല പുസ്തകങ്ങൾ. എന്നാൽ നന്മകൾ മാത്രം പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം, അതുപോലെ തന്നെ പരിപൂർണമെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു ഗ്രന്ഥം, അഥവാ യാതൊരു കുറവുമില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു ഗ്രന്ഥം. വേറെ ഏത് പുസ്തകമാണെങ്കിലും നമ്മൾ വായിച്ചിട്ടുള്ള ഏത് പുസ്തകമാണെങ്കിലും അതിൽ കാണാൻ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കണം. അടുത്ത എഡിഷനിൽ എന്ത് ചെയ്യാം, അത് തിരുത്താൻ. പക്ഷേ പരിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥം അതിൽ അവകാശപ്പെടുന്നത് ഇതിലെന്തില്ല, ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ് ഔ കമാ ഖാല. ഇതിന് മുമ്പിലോ പിമ്പിലോ യാതൊരു രൂപത്തിലുള്ള ബാത്തിലും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നാണ്. മാത്രമല്ല മനുഷ്യരെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന വെല്ലുവിളി. പിന്നീട് ചുരുങ്ങിയത് 10 സൂറത്തെങ്കിലും എന്ന രൂപത്തിൽ ചുരുക്കി, വേണ്ട ഒരു സൂറത്തെങ്കിലും, അതിൽ ഏറ്റവും ചെറിയ സൂറത്തായിട്ടുള്ള ഒരു സൂറത്തിന് തത്തുല്യമായ ഒരു സൂറത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് വെല്ലുവിളിച്ച ഗ്രന്ഥം. അതിനുമുപരി മനുഷ്യൻ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. വെറുതെ നിലനിൽക്കല്ല, അതിലൊരായത്തിന്റെ ഒരു അക്ഷരം പോലും നഷ്ടപ്പെടാത്ത രൂപത്തിൽ അതേപോലെ നിലനിൽക്കും എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. ഞാൻ ചില സിഫത്തുകൾ ഖുർആനുമായി ബന്ധപ്പെട്ട അതിന്റെ ചില പ്രത്യേകതകൾ മാത്രം പറഞ്ഞത്. ഇനിയും ഒരുപാട് നമുക്ക് പറയാനുണ്ട്. അപ്പൊ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും നമ്മൾ അതിനോട് കാണിക്കുന്ന, അതിന് നമ്മൾ നൽകുന്ന പരിഗണന എത്രത്തോളം ഉണ്ട് എന്ന് ഒന്ന് സ്വയം ചോദ്യം ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചത്. പ്രധാനമായും ഈ ഒരു ശബ്ദം കേൾക്കുന്നവർ മൂന്നാലൊരു വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും. ഒന്നുകിൽ പരിശുദ്ധ ഖുർആൻ സ്ഥിരമായി ഒരു ദിവസം പോലും വിടാതെ ഒരു കൃത്യമായ ഒരു വിർദ് കണക്കാക്കി വെച്ച് അത് സ്ഥിരമായി പാരായണം ചെയ്യുന്ന, അല്ലെങ്കിൽ ഹിഫ്ള് പൂർത്തിയാക്കിയവരുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് റിവൈസ് ചെയ്യുന്ന രൂപത്തിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം ഒരു ദിവസവും വിടാതെ എല്ലാ ദിവസവും ഖുർആൻ കുറച്ചെങ്കിലും ഓതണം എന്നൊരു നിർബന്ധ ബുദ്ധിയുള്ള ആളുകളായിരിക്കും ഒരു കൂട്ടമാണ്. രണ്ടാമത്തെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതാറുണ്ട്, എപ്പോഴെങ്കിലും ഒക്കെ ഒരു സമയം കിട്ടുമ്പോൾ, ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, കുറച്ച് സമയം അതിന് വേണ്ടി മാറ്റി വെക്കും. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ എന്നാണ് ഖുർആൻ ഓതിയത് എന്നുപോലും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. മുസാഫൊന്ന് കൈകൊണ്ട് തൊട്ടിട്ട് ചിലപ്പോ കുറെ ദിവസമായി ഉണ്ടാവും. ഒരു ഉസ്താദിന്റെ കഥ പറയാറുണ്ട്. ഒരു റമദാനിന്റെ അവസാനത്തെ ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് ചെന്നു. നോമ്പ് തുറന്ന് കഴിഞ്ഞ് അയാൾ എന്ത് ചെയ്തു, തിരിച്ചു പോയതിന് ശേഷം അവിടെ മേശപ്പുറത്തുണ്ടായിരുന്ന കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ആ പൈസ കാണാനില്ല. അപ്പൊ വീട്ടുകാർ പറഞ്ഞു, എന്നാലും ഉസ്താദ് ഇങ്ങനെ ചെയ്യും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അവിടെ മേശപ്പുറത്തുണ്ടായിരുന്ന പൈസ ഉസ്താദ് പോയതോടെ പിന്നെ കാണാനില്ല. അപ്പൊ അദ്ദേഹം അത് കൊണ്ടുപോയി എന്നുള്ള ഒരു മനസ്സിന് ആ ഒരു പ്രയാസം അവരിങ്ങനെ ഇട്ട് നടക്കും. പിന്നെ കുറെ കഴിഞ്ഞ് അടുത്ത റമദാനിലാണ് അദ്ദേഹത്തിനെ കാണുന്നത്. റമദാനിൽ വന്നു, വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി വന്ന സമയത്ത് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം എന്താ ചെയ്തത് ശരിയായില്ല. പുസ്തകത്തോടെ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പൈസ അത് വെറുതെ ഒരു അലംഭാവം നഷ്ടപ്പെട്ടു പോകണ്ടെന്ന് എഴുതിയിട്ട് മുസ്താഫിന്റെ ഉള്ളിലേക്ക് വെച്ചിരുന്നു. ഒരു വർഷമായിട്ട് ആ മുസ്താഫ് ഒരു പ്രാവശ്യമെങ്കിലും തുറന്നു നോക്കിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു, ഉള്ള പൈസ കാണുമായിരുന്നു എന്നാലോചിച്ചിട്ട്. അപ്പൊ ഒരു വർഷമായിട്ടൊന്നും ഖുർആൻ തൊട്ടുപോലും നോക്കിയിട്ടില്ല. അത് സത്യത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഖുർആൻ നമ്മുടെ അത്രയും അമൂല്യമായ
ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു എന്ന് ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞ പരിശുദ്ധ ഖുർആൻ വെച്ചിട്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഖുർആനിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി അങ്ങനെ സ്ഥിരമായി കൊണ്ട് നടക്കുന്ന ആളുകൾ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഖുർആൻ ഓതാനിരുന്നാലും ഒരു പേജ് 2 പേജൊക്കെ ഓതുമ്പോഴത്തേക്കും ഇങ്ങനെ ബോറടിക്കുക, കഴിയുന്നില്ല. മാനസികമായിട്ട് ഖുർആൻ ഒന്ന് എടുത്തിട്ട് കുറച്ചു നേരം ഒന്ന് ഒഴിഞ്ഞിരുന്ന് ഓതാൻ മാനസികമായിട്ട് പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ തന്നെ പല ആളുകളും. ഇതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ പെടുന്നത് എന്ന് നമ്മൾ സ്വയം ഒന്ന് എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. അതിൽ ഒന്നാമത്തെ വിഭാഗത്തിലാണെങ്കിൽ അൽഹംദുലില്ലാഹ്, രണ്ടാമത്തേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും കുറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. മൂന്നാമത്തേതാണെങ്കിൽ എന്ന് അവര് ആത്മാർത്ഥമായിട്ട് പറയുക, തൗബ ചെയ്യുക, ഖുർആനുമായിട്ടുള്ള പഠനത്തിലേക്ക് അതുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അവർ തിരിച്ചു വരിക. എന്താണ് പരിശുദ്ധ ഖുർആനിന്റെ നമ്മുടെ മുൻഗാമികളുടെയൊക്കെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇന്നമൻ കാന ഖബ്ലകും റഅഉൽ ഖുർആന കറസായില മിൻ റബ്ബികും. നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ അവര് പരിശുദ്ധ ഖുർആനിനെ കണ്ടിരുന്നത് അവരുടെ രക്ഷിതാവ് അവർക്ക് അയച്ചു കൊടുത്ത ഒരു കത്ത് പോലെയായിരുന്നു. ഒരു ഉദാഹരണം പറയുന്നിടത്ത് ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്, ഇപ്പോ വളരെ വിലപ്പെട്ട ഒരാള് അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ മാന്യത കൽപ്പിക്കപ്പെടുന്ന വേണ്ട ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോ ഒക്കെ നമുക്ക് നേരിട്ട് ഒരു കത്ത് അയക്കുകയാണെങ്കിൽ എത്ര പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഇത് എടുത്തു നോക്കും, എത്ര പ്രാധാന്യത്തോടു കൂടി അതിനെ സൂക്ഷിക്കും, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എത്ര പ്രാധാന്യത്തോടു കൂടി നമ്മൾ നടപ്പിൽ വരുത്തും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രക്ഷിതാവ്, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബ് നമുക്ക് അയച്ചു തന്ന ഒരു കത്ത് എന്ന രൂപത്തിലായിരുന്നു നിങ്ങളുടെ മുൻഗാമികൾ അതിനെ കണ്ടിരുന്നത് എന്ന് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 100 വർഷം കഴിയുന്ന സമയത്ത് ആ സമയത്ത് ജീവിച്ചിരുന്ന മഹാനായ താബിഈ പണ്ഡിതൻ പറയാണ്. ആരെ കുറിച്ചാണ് പറയുന്നത്? സ്വഹാബിമാരെ കുറിച്ച്. അപ്പൊ താബിഈകൾ പോലും ഖുർആനിനെ കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത, അതൊക്കെ കേട്ടാൽ ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ സത്യമാണോ, അതൊക്കെ കെട്ടുകഥകളാണ് എന്ന് പറയുന്ന ഇമാം ബുഖാരിയും അതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നും വന്നിട്ടില്ല. അതിന്റെ മുമ്പുണ്ടായിരുന്ന ആളുകൾ, അപ്പൊ അതിനേക്കാൾ പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ ഖുർആനെ കണ്ടിരുന്ന ഈ രൂപത്തിലായിരുന്നു, നിങ്ങൾക്ക് ഈ കാണുന്ന രൂപത്തിലൊന്നല്ല. ഖുർആൻ അവർ അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കാറുണ്ടായിരുന്നു എന്ന്. രാത്രി അവർ പരിശുദ്ധ ഖുർആന പാരായണം ചെയ്തിട്ട് അതിൽ തദബ്ബുർ ചെയ്തുകൊണ്ട് അതിലെ ഓരോ ആയത്തുകളിലും എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി ആഴത്തിൽ അതിനെ കുറിച്ച് പഠിക്കാനും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന, അതിനുവേണ്ടി രാത്രി അവരുടെ സമയം മാറ്റിവെച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ എന്നാണ് സ്വഹാബിമാരെ കുറിച്ച് മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് അവര് പരിശുദ്ധ ഖുർആന് ഇത്രയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു? ഒന്നാമത്തത്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകളാണ്. അത് ശരിക്ക് ഇതിങ്ങനെ കേൾക്കുന്നതിനപ്പുറത്ത് കുറച്ചും കൂടി ആഴത്തിൽ ആ ഒരു വാക്കിന്, ഇപ്പൊ ഈ പറഞ്ഞ വാചകം തന്നെ ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആഴത്തിൽ ഇറങ്ങി അതിനെക്കുറിച്ച് ഈ ഒരു വാചകത്തിനെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ് പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച സംസാരമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി കുറെ കാലം ജയിലിൽ കിടന്നത് ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, ഇത് അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരം എന്നുള്ള സിഫത്ത് അതിനെ നിഷേധിച്ച ഒരു വിഭാഗം ആളുകൾ 2-3 ഭരണാധികാരികൾ മാറി വരുന്ന കാലഘട്ടം അദ്ദേഹം ജയിലിൽ കിടന്ന് ഇതൊന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ്. അന്ന് പല ആളുകളും അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്ന് അനുനയിപ്പിച്ചൊന്ന് ചുരുക്കി പറഞ്ഞോളൂ, എന്താ പ്രശ്നമെന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിലും അദ്ദേഹം അതിന് വിട്ടുകൊടുക്കാതെ പല ആളുകളും ആ ഒരു ബഹൂറത്തിന്റെ സമയത്ത് നിർബന്ധമായ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ വലിയ ഹദീസിലെ മുഹദ്ദിസീങ്ങളുടെ നേതാക്കന്മാരായി അറിയപ്പെടുന്ന പല പണ്ഡിതന്മാർ പോലും താൽക്കാലികമായി തിരുത്തി പറഞ്ഞപ്പോഴും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തിരുത്തി പറഞ്ഞിട്ടില്ല. ആ വാചകം
അത് അല്ലാഹുവിന്റെ സംസാരമാണ്. അള്ളാഹ് അത് ഖുർആനിൽ എടുത്ത് വായിക്കുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്നോടെന്തോ പറയാനുണ്ട്. അറൈലഹ സമഅക് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹത്തിലേക്ക് ചേർത്തി പറയുന്ന ഒരു വാചകമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് ഖുർആൻ എവിടെ കണ്ടാലും അവിടെ കാത് കൂർപ്പിച്ച് എന്താണ് പറയാൻ പോകുന്നത് എന്ന് ശ്രദ്ധയോടുകൂടി നീ കേൾക്കണം. കാരണം ഒന്നുകിൽ നിന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ്, അത് ചെയ്യണം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നിൽ നിന്ന് നിന്നോട് വിരോധിക്കുന്നുണ്ട്, അതിനെ ഉപേക്ഷിക്കാൻ നീ തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോ വാചകത്തെയും നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഖുർആൻ ഈ രൂപത്തിൽ ഖുർആനിലുള്ള അഭിസംബോധനകൾ എന്തൊക്കെയാണ്? യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹ അന്നാസ്, യാ അയ്യുഹല്ലദീന കഫറു, യാ അയ്യുഹൻ നബി, യാ നിസാഅൻ നബി. ഇതൊക്കെ ആരെ കുറിച്ചാണ് സംസാരം? മനുഷ്യന്മാരെ കുറിച്ചാണ്. ഇതെല്ലാം മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു ജീവി വർഗങ്ങളെയും പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നില്ല, അഭിസംബോധന ചെയ്യുന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവി സമൂഹങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് ഖുർആനിൽ ഒരു വാചകമില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് നമ്മളോട് നമ്മെ വിളിച്ചുകൊണ്ട് മനുഷ്യനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാണ് എന്ന അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പഠിക്കാൻ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യും, ഒരു താല്പര്യം നമുക്ക് തോന്നും. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ആണ് നമ്മുടെ മുൻഗാമികൾ എന്ത് ചെയ്ത് നേരത്തെ പറഞ്ഞ ഓർപ്പിക്കും അള്ളാഹു അയച്ച ഒരു കത്ത് പോലെ അവരെന്ത് ചെയ്ത് ഇതിനെ കൊണ്ടു നടന്നിരുന്നത് എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ കലാമാണ്. ഇത് ആരിലേക്കാണ് അവതരിപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യരിലേക്കാണ്. ഭൂമിയിലെ ഏറ്റവും നല്ല ഖൈറുൽ ബശർ ആര് വഴിയാണ്? മലക്കുകളുടെ നേതാവ് വഴിയാണ്. റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എവിടേക്കാണ് അവതരിപ്പിച്ചത്? മക്ക ഖൈറുൽ ബുഖാഇ ഫിൽ അർദ്, ഭൂമിയിലെ ഏറ്റവും പുണ്യസ്ഥലമായ മക്കയിലേക്കാണ് അവതരിപ്പിച്ചത്. ആരിലേക്കാണ്? ഏതാണ് സമുദായം? ഖൈറു ഉമ്മ, ഏറ്റവും നല്ല ഉമ്മത്തിലെ ഏറ്റവും നല്ല ഖൈറുൽ ഖുറൂൻ, ഖൈറു ഉമ്മത്തിലെ ഏറ്റവും നല്ല 3 നൂറ്റാണ്ടുകളിൽ ഏറ്റവും ഒന്നാമത്തെ ഉത്ഭുതരായിട്ടുള്ള ഏറ്റവും നല്ല ആളുകളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. എന്നതിനും നിൽക്കുന്നില്ല, അതിനും അപ്പുറം പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആർക്കും ആ ഒരു നന്മയുടെ ഭാഗം, അതിറങ്ങിയ രാത്രി, അതിറങ്ങിയ മാസം എല്ലാം ഏറ്റവും ഉന്നതം, അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലാണ് ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള സ്ഥാനം. അതിന് ആ ഖുർആൻ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഉണ്ട് എന്നതും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാരോ അവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. മഹാനായ അബ്ദുറഹ്മാൻ സുലമി റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് കേൾക്കുന്ന താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് 40 വർഷം പള്ളിയിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ എനിക്ക് പ്രചോദനമായത് ഈ ഒരു ഹദീസാണ്. നമ്മൾ ഈ ഹദീസ് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്? 40 വർഷം നമ്മളൊക്കെ ചിലപ്പോൾ പ്രായമായിരിക്കും അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നല്ലൊരു ശതമാനം സമയം അദ്ദേഹം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ ചടഞ്ഞുകൂടി ഇരുന്നത് എന്തിനാണ്? ഈ ഒരു ഹദീസ് അദ്ദേഹം കേട്ടപ്പോ അദ്ദേഹത്തിന് ഉണ്ടാക്കിയ മാറ്റമായിരുന്നു എന്ന് നമ്മൾ ചരിത്രം പരിശോധിക്കുന്നിടത്ത് കാണാൻ സാധിക്കും. ഇനി മനുഷ്യനെയാണ് പരിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് എന്നതിനപ്പുറത്തേക്ക് ഇനിയും നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ ആ അഭിസംബോധന ചെയ്യുന്ന ഓരോ വാചകങ്ങളും ഖുർആനിലെ ഓരോ വാക്കുകളും നമ്മുടെ ജീവിതവുമായിട്ട് ഇങ്ങനെ തട്ടിച്ചു നോക്കുക. മനുഷ്യന്റെ തുടക്കത്തെ കുറിച്ച് ഖുർആനാണ് പറയുന്നത്. മനുഷ്യന്റെ തുടക്കത്തെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യൻ ആരാണ് എന്ന് മനുഷ്യനെ നിർവചിക്കുന്നിടത്ത് കുറെ തർക്കങ്ങൾ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ പുതിയ ആധുനിക ലോകത്ത് ഒരാള് മനുഷ്യനെ നിർവചിച്ച ഒരു നിർവചനം കാണാനിടയായി. 2500 തീപ്പെട്ടിക്കൊള്ളികൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഫോസ്ഫറസും അതുപോലെ തന്നെ ഒരു 10 ഗാലൺ വെള്ളവും
9000 പെൻസിൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കാർബണും ഒരു ആണിയിൽ ഉപയോഗിച്ചിരിക്കുന്ന അത്ര ഇരുമ്പും ചേർന്നാൽ മനുഷ്യനായി എന്നാ പറഞ്ഞു. പക്ഷെ പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ പറഞ്ഞതാണ് ബനി ആദം, ആദമിന്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. അവരുടെ തുടക്കത്തിൽ അവരെ ഏറ്റവും നല്ല രൂപത്തിൽ ഈ ദുനിയാവിനെ തന്നെ ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയാണ് എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്ന സംസാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്രപഞ്ചം അഥവാ ഇന്ന് നമ്മൾ നിലനിൽക്കുന്ന ഈ ഒരു ഭൂമി അടക്കമുള്ള ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയത്. ഇന്നാ ജഅൽന അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് സംസാരിക്കുന്ന സന്ദർഭമൊക്കെ പരിശുദ്ധ ഖുർആനിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യരെ ഡിഫൈൻ ചെയ്യുന്നു. ഇനി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ട ഓരോ വിഷയങ്ങളെ കുറിച്ച് അവന്റെ തുടക്കത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു. തുറാബിൽ നിന്നാണ് സൊൽസാൻ ഫഖാർ, അതുപോലെ തന്നെ സൊൽസാൻ കൊട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന രൂപത്തിലുള്ള കളിമണ്ണിൽ നിന്നാണ് മനുഷ്യന്റെ തുടക്കം എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായിട്ട് സംസാരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതിലപ്പുറം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, എന്താണ് നമ്മൾ ഇവിടെ വന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റു ജീവികളിൽ നിന്നും മനുഷ്യന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞു. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, അവന്റെ അറിവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അഹങ്കരിക്കാൻ മാത്രമുള്ള അറിവൊന്നുമില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അവന്റെ ശക്തിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഖുലിഖൽ ഇൻസാനു ദഈഫൻ, അതുപോലെ തന്നെ അവന്റെ സ്വഭാവത്തെ കുറിച്ച് ജദൂലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നവനാണ്, ഗഫൂറാണ്, നന്ദികേട് കാണിക്കുന്നവനാണ് എന്നതൊക്കെ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ ശത്രുവിനെ കുറിച്ച് ഈ ജീവിതത്തിൽ, ഈ ഐഹിക ജീവിതത്തിൽ അവന്റെ ഏറ്റവും വലിയ ശത്രു വരെ പിശാചാണ് എന്ന് പറഞ്ഞു. അതിനുമപ്പുറം ആ പിശാചിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ആ പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അവന്റെ ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. അവന് ജീവിതം എന്ന് പറയുന്നതും മരണം എന്ന് പറയുന്നതും അത് കേവലം പരീക്ഷണങ്ങളാണ്, അതല്ലാതെ ഈ ഒരു ജീവിതമല്ല അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ ബോധിപ്പിക്കുന്നുണ്ട്. അവൻ മരിച്ചതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇവിടുന്ന് റൂഹ് പിടിച്ചതിന് ശേഷം എന്തൊക്കെ സംഭവിക്കും, കബറിൽ കൊണ്ടുവച്ചതിന് ശേഷം എന്തൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്, അവിടെ ഓരോന്നിനും അവിടെ ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും അതിന് എങ്ങനെ തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നത് തുടങ്ങി മനുഷ്യന്റെ ജീവിതമാണ്, മനുഷ്യനുള്ള സന്മാർഗവും നിർദ്ദേശങ്ങളുമാണ് പരിശുദ്ധ ഖുർആൻ, അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ. അതുകൊണ്ടാണ് ഖുർആൻ ഓതിയ സമയത്ത്, ഖുർആൻ തദബ്ബുർ ചെയ്ത സമയത്ത് നമ്മുടെ മുൻഗാമികൾക്ക് മാറ്റങ്ങൾ ഉണ്ടായത്. അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, അതിലെ ഓരോ ആഴ്ചകൾ അവർ ഹൃദയം കൊണ്ട് സ്വീകരിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മുടെ ഹൃദയങ്ങളൊക്കെ സംശുദ്ധമായിരുന്നുവെങ്കിൽ, അത് ഖുർആൻ കേൾക്കുമ്പോഴേക്ക് കരഞ്ഞുകൊണ്ടുണ്ടായിരുന്ന, മരിക്കുന്ന സമയത്ത് വരെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടുണ്ടായിരുന്ന മഹാനായ സ്വഹാബി മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, നമ്മുടെയൊക്കെ ഹൃദയം സംശുദ്ധമായിരുന്നുവെങ്കിൽ നമുക്കൊന്നും അള്ളാഹുവിന്റെ കലാമ് കേട്ടാലും കൊതി തീരില്ലായിരുന്നു എന്ന് പറയുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഉള്ള കളങ്കങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചാൽ ആ രൂപത്തിൽ പലപ്പോഴും ഒരായത്ത് കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ അതിനെ വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ഹദീസ് കേൾക്കുമ്പോഴൊക്കെ ഇത് എന്നെ കുറിച്ചാണോ പറയുന്നത് എന്ന് തോന്നുവാത്ത രൂപത്തിൽ നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താ? നേരത്തെ പറഞ്ഞത് അള്ളാഹുവിന്റെ കലാമാണ്. ഇതിൽ മുഴുവൻ സംസാരിക്കുന്നത് എന്നെയും നിങ്ങളെയും കുറിച്ചാണ്, നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ്, നമ്മുടെ അനുഭവങ്ങളെ കുറിച്ചാണ്, നമ്മുടെ അറിവിനെ കുറിച്ച്, ശക്തിയെ കുറിച്ച്, മരണത്തെ കുറിച്ച്, ജീവിതത്തെ കുറിച്ച്, നമ്മുടെ മാറി മറിയുന്ന ഹൃദയത്തെ കുറിച്ചൊക്കെ തന്നെയാണ് പരിശുദ്ധ ഖുർആനിന്റെ സംസാരം എന്നുള്ളത് കൊണ്ട് തീർച്ചയായും നമ്മൾ സമയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഖുർആന്റെ വാചകമാണ്. നിങ്ങളിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നത്. നിങ്ങൾ സ്വയം നിങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ മനുഷ്യ ശരീരത്തിലുള്ള അത്ഭുത സൃഷ്ടികളെ കുറിച്ച്. ഇപ്പോ നമ്മുടെ ഉസ്താദ് അബ്ദുൽ മാലിക് സലഫിയെ കാണാൻ വേണ്ടി പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞ് സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ടല്ലോ, എന്നുള്ള ആയത്ത്. നുഖല്ലിബുഹും, അവരെങ്ങനെ മറിച്ചിടും അല്ലാഹു സുബ്ഹാനഹു വ തആല ദാത്ത യമീൻ, വലത്തോട്ടും ഇടത്തോട്ടും. കാരണം എന്താ? അന്നത്തെ കാലഘട്ടത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ ആസ്പദമാക്കിയിട്ട് അവർ പറഞ്ഞത് അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള
അവർ മറിച്ചിട്ടുള്ള മനുഷ്യന്റെ ശരീരം മണ്ണ് തിന്നാതിരിക്കാനാണ്. പക്ഷെ അദ്ദേഹത്തിന് പറ്റിയ ഒരു ആക്സിഡന്റുമായിട്ട് തട്ടിച്ചു നോക്കിയിട്ട് അദ്ദേഹം പറയാണ്, ഇപ്പൊ കാലിങ്ങനെ നേരെ മുട്ടിന്റെ നേരെയുള്ള മസിലിന് ഒരു പ്രയാസമുള്ളത് കൊണ്ട് കാല് മുട്ടിങ്ങനെ നേരെ ഉയർത്താൻ പ്രയാസമാണ്. ഇടത്തെ ഭാഗത്തുള്ള മസിൽ അത് വെച്ചിട്ട് കാല് ഇങ്ങനെ ഉയർത്തുകയാണെങ്കിൽ പ്രയാസമില്ല. അപ്പൊ കുറെ ദിവസം നമ്മുടെ ശരീരം അനക്കാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ മസില് അതിന് കോട്ടം വരും. അപ്പൊ ഈ ഒരു രൂപത്തിലുള്ള ആധുനിക ഡോക്ടറാണ് തഫ്സീർ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അയാൾ ഇതിനെ ഫസ്റ്റ് കൊണ്ടുവരുന്നതായിരിക്കും ഈ ഒരു വിഷയമായിരിക്കും. മനുഷ്യന്റെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ ചലിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താ, അവിടെ ആ മസിൽ നിശ്ചലാവും എന്നുള്ളതാണ്. പിന്നെ അതിനെ ശക്തിപ്പെടുത്തി കൊണ്ടുവരാനും കുറെ പണിയെടുക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാരൊക്കെ മുൻപ് കൊണ്ടുവന്നിരുന്ന ഒരു ശിക്ഷാ നടപടിയെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ മനുഷ്യന്റെ കഴുത്ത് ഇങ്ങനെ ചെങ്ങല വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് കുന്തിച്ചിട്ട് തൂക്കിയിടുന്ന ഒരവസ്ഥ. കുറെ ദിവസം കഴിഞ്ഞാൽ ചങ്ങല എടുക്കും, വേറെ ശിക്ഷയൊന്നുമില്ല. പക്ഷെ ആ ചങ്ങല എടുക്കുമ്പോഴേക്ക് കഴുത്ത് കുറച്ചും കൂടി എന്ത് ചെയ്തിട്ടുണ്ടാവും, വലുപ്പം വെച്ചിട്ടുണ്ടാവും, കുറച്ചും കൂടി ഇങ്ങനെ വലുതായി വന്ന രൂപത്തിലുണ്ടാവും. ആ ചങ്ങല എടുക്കുന്നതോടുകൂടി എന്ത് ചെയ്യും, കഴുത്ത് ഇങ്ങനെ ഒഴിയും. കാരണം ഇവിടെ ഉള്ള കുറെ മസിലുകൾ എന്ത് ചെയ്തില്ല, വർക്ക് ചെയ്യുന്നു. അപ്പൊ ആ രൂപത്തിൽ മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് അവന്റെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻഗാമികളെ പറയുന്നുണ്ടല്ലോ, ഒരായത്ത് ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രി മുഴുവൻ ഇരുന്നാണ് ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ ഗഫൂറുർ റഹീം എന്നുള്ള ആയത്ത് ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി മുഴുവൻ ഇരുന്ന് കരയാണ്. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെയും കുറിച്ച് കാണാം. ഒരായത്ത് ഓതിയിട്ട് അദ്ദേഹം രാത്രി മുഴുവൻ ഇരുന്നിട്ട് കരയുന്നത്, അതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലും ഇതേ രൂപത്തിലുള്ള സംഭവങ്ങൾ കാണാം. നമുക്കിത് കേവലം ഒരു 10, 15, 20 ആ അക്ഷരങ്ങളുള്ള ഒരു വാചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരങ്ങനെ ആയിരുന്നില്ല അതിനെ കണ്ടിരുന്നത്. അവർക്ക് അതിൽ അവരുടെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കി ഒരു രാത്രി മുഴുവൻ 7-8 മണിക്കൂർ ഇരുന്ന് ആലോചിക്കാൻ മാത്രം അറിവ് അവർക്ക് എന്ത് ചെയ്തിരുന്നു, അതിൽ നിന്ന് കിട്ടിയിരുന്നു. അതിന്റെ ഓരോ തലങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കി ചിന്തിക്കുമ്പോൾ എന്നുള്ള ആയത്തോടിയിട്ട് കരയുന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞ ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടിട്ടാണ് അദ്ദേഹം കരയുന്നത്. കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇയാള് പണിയെടുത്ത് തളർന്നിട്ടാണ് നാളെ പരലോകത്തേക്ക് വരിക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. പണിയെടുത്ത് തളർന്നിട്ട് ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് അവർ നേരെ നരകത്തിലേക്ക് കൊണ്ടുപോകും. പരലോകം ലക്ഷ്യമാക്കിയിട്ട് അവർ ചെയ്ത കുറെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാത്തിലാക്കി കളയും. സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നത് ഹബാഅൻ മൻസൂറ, ധൂളികളാക്കി അതിനെ പറത്തി കളയും. അപ്പൊ അതുമായിട്ട് ഇങ്ങനെ തട്ടിച്ചു നോക്കി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഏത് രൂപത്തിലാണ്, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ ആവശ്യമായ കണ്ടീഷൻസ് ഒക്കെ അതിൽ അപ്ലൈഡ് ആണോ, ആ നിബന്ധനകളൊക്കെ അള്ളാഹു സ്വീകരിക്കാനുള്ള നിബന്ധനകളൊക്കെ അതിലുണ്ടോ, ഹലാലായിട്ടുള്ള ഭക്ഷണവും വസ്ത്രവും ഒക്കെ ധരിച്ചിട്ടാണോ നമ്മുടെ ജീവിതം, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഖ്ലാസോട് കൂടിയാണോ നമ്മുടെ പ്രവർത്തനം, അതുപോലെ അതിൽ ബിദ്അത്തുകൾ കടന്നു വരുന്നുണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗത്തിലൂടെ അല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എങ്കിൽ ആ പ്രവർത്തനങ്ങളൊന്നും സ്വീകരിക്കൂല. നമ്മൾ അങ്ങനെ ആയിരിക്കും. ആ നിലച്ചു നാസിബ, പണിയെടുത്ത് തളർന്ന് നമ്മളും അവിടെ ചെല്ലും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൊക്കെ ബാത്തിലാക്കി കളയും. ആവശ്യമില്ലാതെ അവരുടെ കുറിച്ച് ആരോപണങ്ങളും പരദൂഷണങ്ങളും പറഞ്ഞിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ പണിയെടുത്ത് തളർന്നതൊക്കെ നമ്മൾ വേറുള്ളവർക്ക് ദാനം ചെയ്തിട്ടുണ്ടാവും. അവിടെ എത്തുന്ന സമയത്ത് നമുക്കൊന്നും ബാക്കിയുണ്ടാവില്ല. ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ഇബ്നു മസ്ഊദ് ഔ യബ്ന ഉമ്മ അബ്ദില്ലാ, താങ്കൾ ഈ ഖുർആൻ ഒന്ന് ഓതാമോ? അപ്പോ അദ്ദേഹം ചോദിച്ചു, ഞാൻ ഓതിത്തരണോ? അലൈക ഉൻസിൽ, താങ്കളിലേക്ക് അവതീർണമായിരിക്കുന്ന ഞാൻ ഓതിത്തരണോ എന്ന് ചോദിക്കുമ്പോ ഞാനത് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓതി വരികയാണ്. കുറെ കഴിഞ്ഞപ്പോ സൂറത്തുൽ നിസാഇലെ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് കൊണ്ടുവരികയും അവസാനം താങ്കളെയും കൊണ്ടുവരുമെന്ന ആയത്ത് പറഞ്ഞപ്പോ ഹസ്ബുക് എന്ന് പറയുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നോക്കാണ്. അപ്പൊ കാണുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒഴുകുന്നതാണ്. കരയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് കാണുന്നത്. ആ ആയത്ത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ഉപ്പയെ കുറിച്ച് ഈ ഉമ്മത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അമ്പിയാക്കൾ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്
അദ്ദേഹത്തിനോട് ഇമാമ നിൽക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉപ്പാക്ക് കഴിയൂല. കാരണം ഖുർആൻ ഓതിയാൽ അദ്ദേഹം കരഞ്ഞു പോകും. ഖുർആൻ ഓതിയാൽ കരഞ്ഞു പോകുമെന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ എത്ര സംശുദ്ധമായിരിക്കും. അപ്പൊ ആ രൂപത്തിൽ അങ്ങനെ ഒരു ഇഖ്ലാസോട് കൂടി ഖുർആനിനെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ആ ഒരു ഹിദായത്ത് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സാധിക്കും. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അൽ മത്ലൂബു മിനൽ ഖുർആനി ഹുവ ഫഹ്മു മആനീഹി വൽ അമലു ബിഹി. ഖുർആൻ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, അതിൽ നിന്ന് നമ്മൾ സ്വായത്തമാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം മനസ്സിലാക്കലാണ്. വൽ അമലു ബിഹി, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കലാണ്. വഇല്ലം തകുൻ ഹാദിഹി ഹിമ്മതു ഹാഫിദുഹു ലം യകുൻ മിൻ അഹ്ലിൽ ഇൽമി വദ്ദീൻ. ഇതല്ലാതെ കേവലം ഖുർആൻ പാരായണം കൊണ്ട് മാത്രം എന്തില്ല അയാൾക്ക് ഖുർആനെ കുറിച്ചുള്ള അറിവുണ്ടാവില്ല. അതുപോലെ തന്നെ വഹബ് ബിൻ വർദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ലം നജിദ് ഷൈഅൻ അറഖു ലിഹാദിഹിൽ ഖുലൂബ് വലാ അശദ്ദു ഇസ്തിജ്ലാബൻ ലിൽ ഹഖ് മിൻ ഖിറാഅത്തിൽ ഖുർആനി ലിമൻ തദബ്ബറഹു. നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ അതിനെ ലോലമാക്കാൻ, അതിന് ഏറ്റവും നല്ല രൂപത്തിൽ ഒരു ശാന്തത ലഭിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധ ഖുർആനിനേക്കാൾ ഉതകുന്ന മറ്റൊരു ചികിത്സയും മറ്റൊന്നും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എപ്പോൾ ലിമൻ ഖറഅൽ ഖുർആന വതദബ്ബറഹു, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക മാത്രമല്ല അതിനെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും തദബ്ബുർ ചെയ്യുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ കിട്ടാനുണ്ട്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടും പറയുന്നതായിട്ട് കാണാം, അൽ ഇൻസാനു ഇദാ ഖറഅൽ ഖുർആന വതദബ്ബറഹു കാന ദാലിക മിൻ അഖ്വൽ അസ്ബാബിൽ മാനിഅതി ലഹു മിനൽ മആസി ഔ ബഅദിഹാ. ഒരാള് പരിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞുകൊണ്ട് അതിനെ തദബ്ബുർ ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുകയാണ് എങ്കിൽ എല്ലാ തിന്മകളിൽ നിന്നും അവനെ തടയാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടവായിട്ട് ആ പരിശുദ്ധ ഖുർആൻ അവിടെ ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു അവസരത്തിൽ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, മൻ തദബ്ബറ ഖുർആന ത്വാലിബൻ മിൻഹുൽ ഹുദാ തബയ്യന ലഹു ത്വരീഖൽ ഹഖ്. ആരെങ്കിലും സന്മാർഗം കിട്ടണം, എനിക്ക് നന്നാവണം, എനിക്ക് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഒരാൾ പരിശുദ്ധ ഖുർആനിനെ സമീപിക്കുകയാണ് എങ്കിൽ അയാൾക്ക് തീർച്ചയായും അതിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടും. ആ ഒരു ഇഖ്ലാസോട് കൂടിയാണ് അയാൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളത് മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരു അവസരത്തിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഓതുന്നതിനെ കുറിച്ചും പാരായണം ചെയ്യുന്നതിന്റെ ഫضലിനെ കുറിച്ചും ഒരുപാട് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ومن أعظم ما يحصل به محبة الله تعالى من النوافل تلاوة القرآن. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിർബന്ധമായിട്ടുള്ള വാജിബായിട്ടുള്ള കർമ്മങ്ങൾ കഴിഞ്ഞാൽ, അതായത് നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലും റമദാനിലെ നോമ്പ് നോൽക്കലും ഹജ്ജ് പോലെയുള്ളത് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ ഇഷ്ടം ഏറ്റവും കൂടുതൽ സ്വായത്തമാക്കാൻ നമ്മെ സഹായിക്കുന്നത് തദബ്ബുറോട് കൂടി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, തിലാവത്തുൽ ഖുർആനി തഅമലു ഫീ അംറാദിൽ ഫുആദി മാ യഅമലുഹുൽ അസലു ഫീ ഇലലിൽ അജ്സാദ്. ശരീരത്തിലെ രോഗങ്ങൾക്ക് തേന് എപ്രകാരം ശിഫയാണോ ചികിത്സയാണോ അതിനേക്കാൾ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കുള്ള മരുന്നാണ്, അതിനുള്ള ചികിത്സയാണ് പരിശുദ്ധ ഖുർആൻ എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നു വെക്കണം. ഖാലിദ് ഇബ്നു മഅദാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മാ മിൻ ആദമിയ്യിൻ ഇല്ലാ വലഹു അർബഉ അഅ്യുനിൻ. ഓരോ മനുഷ്യനും 4 കണ്ണുകളുണ്ട്. 4 കണ്ണുകളുണ്ട്. 2 എണ്ണം അവരുടെ ശരീരത്തിലുള്ളതാണ്. ഐനാനി ഫീ റഅ്സിഹി ലിദുനിയാഹു. അവന്റെ ദുനിയാവിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി തലയിൽ 2 കണ്ണുകൾ തന്നിട്ടുണ്ട്. അതായത് ഈ ലോകത്തെ ജീവിതത്തെ സഹായിക്കാൻ വേണ്ടി 2 കണ്ണുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. വമാ യഹ്സുലുഹു യുസ്ലിഹുഹു മിൻ മഈശതിഹി. അവന്റെ ദുനിയാവിലെ മഈശത്തൊക്കെ നന്നാക്കാൻ അതിക്ക് ഉപകാരപ്പെടും.
വഅയ്നാനി ഫീ ഖൽബിഹി ലിദീനിഹി വമാ വഅദ അല്ലാഹു മിനൽ ഗൈബ്. അത് ഹൃദയത്തിൽ 2 കണ്ണുകൾ അല്ലാഹു തന്നിട്ടുണ്ട്. അത് അവന്റെ ദീനിന് വേണ്ടിയുള്ള, അവന്റെ പരലോകത്തിന് വേണ്ടിയുള്ള. അതിന് കോട്ടം പറ്റിയാൽ ഖുർആൻ പലയിടത്തും കാണാം ഖതറല്ലാഹു അലാ ഖുലൂബിഹിം ഖറഅല്ലാഹു അലാ ഖുലൂബിഹിം എന്നൊക്കെ. അവർ ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു അമ്യ, ഒരു അന്ധത ബാധിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു അതിന് മുദ്ര വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടേണ്ടത് അവർക്ക് കിട്ടാത്ത ഒരവസ്ഥയെത്തുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. 4 കണ്ണുകളുണ്ട്, 2 ദുനിയാവിലുള്ളതാണ്, 2 പരലോകത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതൊക്കെ സൂചിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്കും പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള, ഞാൻ ഫസ്റ്റ് സൂചിപ്പിച്ച പോലെ നമ്മളും പരിശുദ്ധ ഖുർആനും തമ്മിലുള്ള ബന്ധം അത് ഏത് രൂപത്തിലാണ് എന്നുള്ളത് നമ്മളൊന്നും കൂടി ഇരുന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇവിടെ സംഘടിപ്പിക്കുമ്പോഴും ഇതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഖുർആൻ പഠിക്കാൻ തയ്യാറാവുക. ഈ ഒരു ആളുകൾക്കൊക്കെ ഇവിടെ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഖുർആൻ പഠിക്കാൻ നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ പഠിക്കുക? അത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു റൊട്ടീനാക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് അതിന് കഴിയുള്ളൂ. സ്ഥിരമായിട്ട് പഠിക്കാനുള്ള വലിയ വലിയ പണ്ഡിതന്മാരാണെങ്കിൽ പോലും അവര് പോലും ഖുർആനെ കുറിച്ച് ഇപ്പൊ നമ്മളെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരെ നേരിട്ട് കണ്ട അനുഭവങ്ങളുണ്ട്. വേറെ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഒരു ക്ലാസ്സും കാര്യങ്ങളുണ്ട്, 1ാമത്തെ സോഫിൽ അവരവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇരിക്കും. അതിന് എത്ര കുട്ടികളാണ് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും. വലിയ വലിയ പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾ അങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. നമ്മളെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകാൻ വേണ്ടിയിട്ട് പറഞ്ഞു വരുന്നത്, അതിനോടുള്ള ഒരു ഇഷ്ടം നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതം ഒരു ഉദാഹരണം ഇതിനെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു പണ്ഡിതൻ തഫ്സീർ ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിലെ ആയത്തിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് പറയുന്നതായിട്ട് ഓർമ്മയിൽ വരുന്നത്. അതേ പറയുന്നത്, ഒരു കൊട്ടാരത്തിലേക്ക് മുമ്പ് ഞാൻ ഒരു ക്ലാസ്സിലൂടെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. പക്ഷെ ഖുർആനെ മനസ്സിലാക്കാൻ പെട്ടെന്ന് നമുക്ക് ഉള്ളിൽ കയറുന്ന ഒരു ഉദാഹരണമാണ്. അതായത് ഒരു വലിയ വിലപിടിപ്പുള്ള ഒരു ലോകത്തെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളുമുള്ള ഒരു കൊട്ടാരം, അതിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു എൻട്രൻസ് കിട്ടുകയാണ്. നമ്മൾ അതിലേക്ക് കയറുകയാണ്, നമുക്ക് ഇഷ്ടമുള്ള എന്തും അതിനുള്ളിൽ നിന്ന് എടുക്കാം. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ. ലോകത്ത് നിന്ന് വില കൂടിയായിട്ട് നമ്മൾ മനസ്സിലേക്ക് വരുന്ന എല്ലാം അതിനുള്ളിൽ നിന്ന് സങ്കല്പിച്ചു പോകും. പക്ഷെ ഇവിടെ കയറുമ്പോൾ 2 കണ്ടീഷനാണ് പറഞ്ഞത്. ഒന്ന്, കയറിയിട്ട് ഇറങ്ങാൻ ഇത്ര സമയമുള്ളത്. ഫോർ എക്സാമ്പിൾ 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂർ കൊണ്ട് എന്ത് കിട്ടുമോ എടുത്തിട്ട് ഇറങ്ങാം. രണ്ടാമത്തത്, അതിന്റെ തുടക്കത്തിൽ പിന്നെ കയറുന്നിടത്ത് തന്നെ എൻട്രൻസിന് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അത് 2 വായിച്ചിട്ട് ഉള്ളോട്ട് കയറണം എന്ന് പറഞ്ഞു. പക്ഷേ വാതിലാണ് തുറന്നത്, ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കണ്ടൊരു മനുഷ്യൻ ഉള്ളിൽ കയറി അയാൾ എല്ലാം മറന്നിട്ട് കിട്ടുന്നിടത്തോളൊക്കെ എടുത്തു. സമയം കഴിഞ്ഞാൽ അയാൾ ഇറങ്ങിയില്ല. പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയം. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ എന്തില്ല, ഈ ഉള്ളിൽ വിലപിടിപ്പുണ്ട് എന്ന് കരുതിയ പലതിനും എന്തില്ല, പുറത്തെത്തിയപ്പോൾ ആവശ്യമില്ല. അതിന്റെ സമയം, അത് ഉപകാരമുള്ള സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നതുപോലെയാണ് മനുഷ്യനും പരിശുദ്ധ ഖുർആനും തമ്മിലുള്ള ബന്ധം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് നമ്മെ പറഞ്ഞയക്കുമ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യമാണത്. നമ്മുടെ സമയം എന്താണ്? വളരെ ലിമിറ്റഡ് ആണ്. വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളൂ. ആ സമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഉപകാരപ്പെടും എന്നുള്ളത് വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ മൊത്തം നിയമനിർദ്ദേശങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. അത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ അതിൽ പറഞ്ഞിരിക്കുന്ന അല്ലാഹു നമ്മളോട് സംസാരിക്കുന്ന ആ സംസാരം പോലും അത് കേൾക്കാൻ ഒഴിവില്ലാതെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ അവസ്ഥയും എന്തായിരിക്കും? ഇതുപോലെയായിരിക്കും. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്ന ബോധമില്ലാത്ത ഒരവസ്ഥ. മാത്രമല്ല, നാളെ പരലോകത്ത് ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കുടുംബസമേതം അവിടെ വന്നിരിക്കുന്നവരാണെങ്കിൽ പോലും പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ എത്തുന്ന സമയത്ത് ഒരാൾക്കും ഒരാളുടെ ഭാര്യയോ ഭർത്താവോ ഉമ്മയോ ഉപ്പയോ മക്കളോ കൂട്ടുകാരോ ഒന്നും ഉപകാരപ്പെടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും പറയുന്നുണ്ട്. പല സൂറത്തുകളും അല്ലാഹു വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. സൂറത്തു അൽ മആരിജിൽ, സൂറത്തു ലുഖ്മാനിൽ, അതുപോലെ തന്നെ സൂറത്തു അബസയിലൊക്കെ പറയുന്നുണ്ട്. ചിലടത്ത് പറയുന്ന ലോകത്തുള്ള സർവ്വ മനുഷ്യനെയും പകരം നൽകിയിട്ടാണെങ്കിൽ പോലും എന്നെ മാത്രം ഒന്ന് രക്ഷപ്പെടുത്താമോ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭം. ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ, എന്റെ ആളാണ് ഇവൻ, ഇവന് ശുപാർശ നൽകണേ എന്ന് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പരിശുദ്ധ ഖുർആനിന്റെ ആളുകൾക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ നിലകൊള്ളുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വഹിയാണ്.
ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, തീർച്ചയായും മറ്റൊന്നും ഉപകാരപ്പെടാനില്ലാത്ത നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന്റെ ആളുകൾ, ഖുർആനിന്റെ ആളുകൾക്ക് വേണ്ടി, അതിന്റെ അസ്ഹാബുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചോദിക്കാൻ പരിശുദ്ധ ഖുർആൻ മുമ്പിലുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഇനി പലപ്പോഴും ക്ലാസ്സുകൾക്ക് വരാനൊക്കെ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരും ഇങ്ങനെ ഓദിപ്പിക്കാറൊന്നുമില്ല. ഇവിടെ അർത്ഥം പറയാറുണ്ട്, നമ്മളത് പഠിക്കാറുണ്ട്, പിന്നെ സ്വയം ഹിഫ്ലാക്കുന്നവർക്ക് അങ്ങനെ ഹിഫ്ലാക്കാം. പക്ഷെ പലപ്പോഴും ഓതാൻ അറിയില്ല എന്നുള്ള കാരണം പലപ്പോഴും പലരും പറയുന്നത് കേൾക്കാൻ സാധിക്കാറുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്, ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്താ ക്ലാസ് ഉണ്ടായി, ഖുർആൻ ഓതാൻ അറിയില്ല, അത് ഓദിപ്പിച്ചാൽ ഓതാൻ പ്രയാസമാണ്. സത്യത്തില് അതുപോലെ തന്നെ ഖുർആൻ വീട്ടിൽ നിന്ന് ഓതുന്നിടത്ത് പോലും കുറെ കാലങ്ങൾക്ക് 10, 40, 50 വയസ്സായതിനു ശേഷം ഖുർആൻ പഠിക്കാൻ വേണ്ടി തയ്യാറായി വരുന്ന ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ. ഖുർആൻ നോക്കി ഓതാൻ, എനിക്ക് കൂട്ടി വായിക്കാൻ അറിയാത്തവരാണെന്ന് സത്യത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരാൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു പ്രവർത്തനം അതായത് ചെയ്യാൻ സാധിക്കുന്നില്ല, പക്ഷെ അയാളെ കൊണ്ട് എന്തൊക്കെയാണോ അതിനു വേണ്ടി ചെയ്യാൻ അയാൾക്ക് സാധിക്കുക അതൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഖുർആൻ നല്ല തജ്വീദോടു കൂടി പാരായണം ചെയ്യാൻ നമുക്കറിയാം, പക്ഷെ അതിലേക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറയുന്ന അയാൾക്ക് ആ ചെയ്തതിന്റെ കൂലി അയാൾക്ക് ഉണ്ടാവുന്നു. അയാൾക്ക് ആ തജ്വീദോടു കൂടി ശരിക്കും ക്ലിയർ ആയിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ കൂലി അയാൾക്ക് ഉണ്ടാവുന്ന. ഈ കഷ്ടപ്പെട്ടിട്ടാണ് അയാൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 കൂലി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനാണ്. ഒരാൾ കഷ്ടപ്പെട്ടാണ് ഖുർആൻ ഓതുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ കഷ്ടപ്പാടിന്റെ കൂലി ഉണ്ടാവും, ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ കൂലി ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. അതുകൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടി തീർച്ചയായും കുറച്ച് സമയം ഈ ഒരു അസീസായ ഗ്രന്ഥത്തിന് വേണ്ടി തീർച്ചയായും നമ്മൾ മാറ്റിവെക്കണം. തഫ്സീർ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരൊക്കെ മഹാനായ പിന്നെ ഷംതൈനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തഫ്സീർ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഓരോ ആയത്തും ഒരു 3-4 മിനിറ്റ് അതിങ്ങനെ വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ ചോദിക്കും. എപ്പോഴും ഇടക്കിടക്കിങ്ങനെ ചോദിക്കും, ഇത്ര വിലപിടിപ്പുള്ള ഈ ഗ്രന്ഥത്തിന് വേണ്ടി ഇനിയും സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് ആയിട്ടില്ലേ, നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നില്ലേ? അത്ര അസീസും ഹമീദുമായിട്ടുള്ള ഓരോ വചനങ്ങൾ അല്ലാഹുവിങ്കിൽ നിന്ന് അവതീർണമായിട്ടുള്ള അഫലാ ഹദിയും ബിനാ അൻ നുഅതിയ വഖ്തൻ ലിഹാദൽ ഖുർആൻ. സുലൈമാൻ റഹീലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ക്ലാസ് വരുന്നതിന് തൊട്ടു മുമ്പും അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഇങ്ങനെ കേട്ടിട്ട് ഈ വിഷയത്തിൽ അദ്ദേഹം ചോദിക്കുന്നത്, പലപ്പോഴും നമ്മുടെ ഫ്രീ ടൈമുകളാണ് നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓതാൻ വേണ്ടി മാറ്റിവെക്കാറുള്ളത്. പക്ഷെ അതിന് നമ്മുടെ അൻഫസ് ആയിട്ടുള്ള ഏറ്റവും മൂല്യമുള്ള ഏറ്റവും വിലപിടിപ്പുള്ള നമ്മുടെ സമയമാണ് സത്യത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കേണ്ടത് എന്ന് അദ്ദേഹം ഉപദേശിക്കുന്നത്. നമ്മൾ എത്രയാണ് നമ്മുടെ ഖുർആൻ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തീർച്ചയായും നമുക്ക് ഉണ്ടാവണം. എന്ന് മാത്രമല്ല, ഒരു ക്ലാസ്സിലേക്ക് വിളിക്കുമ്പോ, പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി വിളിക്കുമ്പോ അത് പിന്നെ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ഉദ്ദേശങ്ങളിലേക്ക് പോവാതെ തീർച്ചയായും അത് നമ്മളോടുള്ള ഒരു നസീഹത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ വിളിക്കുന്നത് എന്നൊരു ബോധത്തോടു കൂടി അങ്ങനെ കടന്നു ചെല്ലാൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാണ് പറയാറുള്ളത്. ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു ചാട്ടവാറ് കൊണ്ട് അടി കിട്ടുന്ന പോലെയായിരുന്നു. നമ്മൾ പുതിയതായിട്ടുള്ള ക്ലാസ്സൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആയത്ത് പഠിക്കുമ്പോഴൊക്കെ എങ്ങനെ തോന്നും, എനിക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടത് നമുക്ക് ഇങ്ങനെ തോന്നും. പക്ഷേ അവിടെ ഇങ്ങനെ ഇറങ്ങി കുറച്ചെങ്ങനെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ തോന്നലൊക്കെ ഇങ്ങനെ ഇല്ലാതാവും. ഏതുപോലെ ഒരു ചാട്ടവാറുകൊണ്ട് അടി കിട്ടിയാൽ അടി കിട്ടിയ ആ ഒരു കുട്ടികളെ അടി കൊടുത്താൽ എല്ലാം ചെയ്യൂലല്ലോ, ആ അടിയുടെ വേദന മാറി കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് തിരിച്ചു വരും എന്നതുപോലെയാണ് എന്ത് ചെയ്യുന്നത് വാഴുകൾ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ നമുക്ക് ഈ ഒരു കേട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ മാറിപ്പോകും. അതാണല്ലോ ഹൃദയം, കൽബ് എന്ന് പറയുന്നത്. ഹൃദയം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. കലബ എന്ന് അറബി ഭാഷയിൽ എന്ന് പറഞ്ഞാൽ മറിച്ചിട്ടു നടക്കും. കലബ എന്ന് പറഞ്ഞാൽ മറിച്ചിട്ടു നടക്കും. ഇതെപ്പോഴും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയം. അതാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് എന്ന് പറയുന്നത്. ഇത് മാറി മറിയുന്ന ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, ഞങ്ങളുടെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേന്ന് അല്ലാഹുവിനോട് പറയുന്നത്. അപ്പൊ അതില് ആ ഒരു ബോധം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. സ്ഥിരമായിട്ട് നമ്മൾ നമ്മളെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം.
ആ രൂപത്തിൽ സ്ഥിരമായിട്ട് നമ്മൾ അള്ളാഹുവിന്റെ ദിക്റുകളെ കുറിച്ചും കലാമിനെ കുറിച്ചും സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്നത് എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്കതിനെ സാധിക്കുള്ളൂ. ഇന്നും ജീവിക്കുന്ന പരിശുദ്ധ ഖുർആനിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെക്കുന്ന ഒരുപാട് ആളുകളെ കാണാം. ഇപ്പോ ഒരു ഹിഫ്ബ് സ്ഥാപനം കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് സന്ദർശിച്ച ഒരു സമയത്ത് അവിടുത്തെ ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഉസ്താദിനെ കുറിച്ച് പറയാണ്. വേറെ എന്തായാലോട് പറഞ്ഞാലും അയാളെ ശ്രദ്ധയിലുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ അയാളോട് കുറെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അയാളിങ്ങനെ മനസ്സിൽ ഖുർആന്റെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയും വീണ്ടും ഇങ്ങനെ തൊട്ട് വിളിക്കുമ്പോൾ അയാൾക്ക് ബോധം വരുള്ളൂ. വേറെ ഒന്നും ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. ഖുർആൻ പഠനം, അത് ഹിഫ്ള്, അതിങ്ങനെ പഠിപ്പിക്കുക എന്നല്ലാതെ വേറൊരു ചിന്തയും ജീവിതത്തിൽ തന്നെ അത് മാത്രം അജണ്ടയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്നും ഇങ്ങനെ ഈ രൂപത്തിൽ ഖുർആനിന് വേണ്ടി അതിന്റെ വ്യത്യസ്ത റിവായത്തുകളും അതുപോലെ തന്നെ അതിന്റെ വ്യത്യസ്ത ഖിറാഅത്തുകളൊക്കെ പഠിച്ചുകൊണ്ട് അതിങ്ങനെ ഓതിക്കൊണ്ട് ഡയലി 3, 4, 5 ജുസുകൾ റിവൈസ് ചെയ്തുകൊണ്ട് ഖുർആൻ എവിടെന്ന് ചോദിച്ചാലും കിട്ടുന്ന രൂപത്തിൽ ഏതൊരു സൂറത്തിലും ഏതൊരായത്തും അത് ഏത് പേജിലാണ് എവിടെയാണെന്നുള്ളത് ചോദിച്ചാൽ കിട്ടുന്ന, അതുപോലെ തന്നെ ഇത് എവിടെ അവതരിച്ചു അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന, ഉലൂമുൽ ഖുർആൻ പഠിക്കുന്ന ഈ രൂപത്തിലുള്ള ആളുകൾ ഇന്നും ലോകത്ത് ഒരുപാടുണ്ട്. ഈ വിഷയത്തിൽ തന്നെ സഅദുൽ ഖാമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഹഫിളഹു തആല മസ്ജിദുൽ ഹറമിലെ ഇമാം അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഈ വിഷയത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചത് നമ്മുടെ ഈ ഒരു ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾ മാത്രമേ ഖുർആൻ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം ഇന്തോനേഷ്യയിൽ പോയ സമയത്ത് അദ്ദേഹം അവിടെ കണ്ട ഒരു സംഭവം പറയാണ്. ഒരു ശേഖരനും കൂടെ അദ്ദേഹം ഇങ്ങനെ യാത്രയാണ്. കാറിൽ കയറി അദ്ദേഹം ഖുർആൻ എടുത്ത് ഇങ്ങനെ റിവൈസ് ചെയ്യാണ്. ഉച്ചയ്ക്ക് എല്ലാവരും ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ചു നേരം കിടക്കാൻ ഒരുങ്ങി. അപ്പോഴും അയാൾ ഖുർആൻ എടുത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ഖുർആൻ മാത്രമായിട്ട് ജീവിക്കുന്ന ഖുർആനുകൾ ഇന്നും ഒരുപാടുണ്ട്. തീർച്ചയായും ഏറ്റവും ഉന്നതമായ മൂല്യങ്ങളിലേക്ക് വഴി നടത്തുന്നതാണ് ഈ പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഈ ഫിത്നകളുടെ കാലഘട്ടത്തിലും നമുക്ക് ഈമാനോടുകൂടി പിടിച്ചു നിൽക്കാൻ നമുക്ക് ശക്തി തരുന്നതാണ് പരിശുദ്ധ ഖുർആൻ. അതിനു വേണ്ടിയാണ് അൽഹംദുലില്ലാഹ് എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ വേറെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മുടെ വീട് ഗൃഹനാഥനും അവരുടെ കുടുംബമൊക്കെ ഇവിടെ ഇതിനു വേണ്ടി മാറി നിൽക്കുന്ന ഒരു ചില്ലറ കാര്യമല്ലല്ലോ. ഇങ്ങനെ ഒരു സൗകര്യം നമുക്ക് ഇങ്ങനെ ഒരുക്കി തരാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊക്കെ ആഫിയത്തും അതുപോലെ തന്നെ ഈ ഒരു രൂപത്തിൽ ഈമാനോടുകൂടി നിലനിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. പറഞ്ഞു വരുന്നത് ഇത് തീർച്ചയായും നമ്മൾ ഉപകാരപ്പെടുത്തണം. നമുക്ക് കിട്ടിയിട്ടുള്ള ഉസ്താദും അൽഹംദുലില്ലാഹ് കേരളത്തിൽ തന്നെ അത്രയും അറിയപ്പെട്ട ഈ വിഷയത്തിൽ സംസാരിക്കുന്ന ഒരു ഉസ്താദാണ്. ഖുർആനിലെ വിഷയങ്ങളൊക്കെ ആഴത്തിൽ പഠിച്ചു, വളരെ ആഴത്തിലുള്ള. കുറച്ചു മുമ്പ് GCC കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു ക്യാമ്പ് ഉസ്താദിനെ കുറിച്ച് ഒരാള് വേറൊരു പ്രാസംഗിക പറഞ്ഞാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം അദ്ദേഹത്തിൽ നിന്നുള്ള അറിവുകൾ. അപ്പൊ അത്രത്തോളം അറിവുള്ള ഒരാളെ നമുക്ക് കിട്ടിയിട്ടും ഇവിടെ ക്ലാസ് എടുക്കാൻ കിട്ടിയിട്ടും നമ്മൾ ആവശ്യമില്ലാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ഉറപ്പായിട്ടും പഠിച്ചോണ്ടെടുക്കുന്ന സമയത്ത് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. കാരണം അവസരങ്ങൾ കിട്ടാനിട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും അവസരങ്ങളൊക്കെ കിട്ടിയിട്ടും പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ള അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ കൂടെ അറബി ഭാഷയും ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ, അതിന്റെ ഭാഷാപരമായിട്ടുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും അത് എവിടെ നിന്നാണ് അതിന്റെ റൂട്ട് വേർഡ്, അതിന്റെ വേര് എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു വളരേണ്ടതുണ്ട്. നമുക്ക് സാധിക്കും, ആർക്കും കഴിയാത്തൊരു വിഷയമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് കോഴ്സുകളും അതുപോലെ തന്നെ ഒന്നും വേണ്ട, സ്ഥിരമായിട്ട് നമ്മൾ ക്ലാസ്സിൽ കേൾക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തന്നെ പേഴ്സണലി അനുഭവമുണ്ട്. ഒന്നും ഖുർആനൊന്ന് കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത അവസ്ഥയിൽ നിന്ന് തൃശ്ശൂരുള്ള ഒരു സഹോദരൻ, അദ്ദേഹം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത ഒരു അവസ്ഥയിൽ നിന്ന് ഖുർആൻ ഓതാൻ വേണ്ടി ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയുള്ള താല്പര്യം കാരണം അദ്ദേഹത്തിന്റെ റൂമിൽ തന്നെ ചെറിയ ഒരു പ്രവാസ ലോകത്താണ് കുവൈത്തിലുള്ള ഒരു ചെറിയ ഒരു അറബിയുടെ വീട്ടിലാണ്. അൽഹംദുലില്ലാഹ് അയാള് കൊടുക്കുന്ന സൗകര്യം അയാള് സ്വന്തം വീട്ടിലെ ഈ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന അയാളുടെ ഡ്രൈവറുടെ റൂമിലേക്ക് പുറത്തുനിന്ന് ആളുകളൊക്കെ വന്നിട്ട് ഖുർആൻ പഠിക്കണം. അയാൾ തന്നെ ആ ഡ്രൈവർക്ക് തോന്നി എനിക്ക് തന്നെ ഓതാൻ പഠിക്കണം. അയാൾ എന്ത് ചെയ്തു? ഒരു ഉസ്താദിനെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് എല്ലാ വെള്ളിയാഴ്ചയും സുബഹി നമസ്കാരത്തിന് ശേഷം ക്ലാസ് എടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഓതി തുടങ്ങിയാണ്. ഒരു ചെറിയ റൂം, സത്യത്തില് ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു ബാത്റൂമിന്റെ ഒക്കെ വലുപ്പം അല്ലെങ്കിൽ അതിനോട് കുറച്ചുകൂടി ഒരു വലുപ്പമുള്ള റൂമാണ്. അതിൽ ഇരുന്നിട്ട് ഏകദേശം 10-15ഓളം ആളുകൾ അതിനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൂടി ഇരുന്നിട്ടാണ് ഖുർആൻ പഠിച്ചു തുടങ്ങി. ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് അവർ ക്ലിയർ ആയിട്ട് ഖുർആൻ ഓതാനും പഠിച്ചു. അതിന് ഓരോ ആഴ്ചകളും ഇങ്ങനെ കേൾക്കുമ്പം
അതിനർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അവർക്ക് വളർന്നു. 45-50 വയസ്സായതിനു ശേഷം പലരും പറഞ്ഞു വരുന്നത്, നമ്മൾ പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ, നമ്മൾ ഹിദായത്ത് തേടിക്കൊണ്ട് ഖുർആനിനെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് നമുക്ക് കുറെ കിട്ടാനുണ്ട്. നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം, നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കുന്ന സമയം ഒക്കെയാണ് ഇതിന് ഇമ്പോർട്ടൻസ്. നമ്മൾ ഈ ക്ലാസ് കേട്ട് പോകുന്നതിനപ്പുറത്തേക്ക് ഇനിയും ഒരു ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് തിരിഞ്ഞ് ഖുർആൻ ഹിഫ്ളാക്കാനും അതുപോലെ തന്നെ പഠിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റിവൈസ് ചെയ്യാനും അതിന്റെ അർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനൊക്കെ നമ്മൾ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് അവസ്ഥകൾ. പിന്നെ ഖുർആൻ ഓൺലൈനായിട്ട് തുടങ്ങിയ ചില ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഡെയിലി സുബഹിക്ക് ശേഷം ഇരുന്നുകൊണ്ട് 300-400 ആളുകളൊക്കെ ഓൺലൈനായിട്ട് കേൾക്കുന്ന ക്ലാസ്സുകൾ. ഇതിൽ നിന്നൊക്കെ ഉപകാരത്തിൽ ഒരുപാട് ആളുകൾ. ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അവസരങ്ങൾ ഉണ്ടായില്ല. നമ്മൾ എത്രത്തോളം ഇതിനു വേണ്ടി സമയം മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രാധാന്യം. അറബി ഭാഷ പഠിക്കുന്നതിന് പ്രാധാന്യം പറയാൻ കാരണം, അറബി ഭാഷ ശരിക്കും മനസ്സിലാക്കിയാല് ഖുർആൻ അതിന്റെ ഒരു ഗാംഭീര്യത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫൈസൽ രാജാവിന്റെ ഒരു സംഭവം പറയാറുണ്ട്. അദ്ദേഹം ഫ്രാൻസിലേക്ക് ചികിത്സയ്ക്ക് പോയ സമയത്ത് അവിടുത്തെ ഡോക്ടർ ചോദിക്കാണ്, നിങ്ങളല്ല പറഞ്ഞ് ഖുർആന് ഇന്ന രൂപത്തിലാണ് ഇന്നത്തെ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വർത്താനങ്ങളല്ലോ. പക്ഷെ ഞാൻ ഖുർആൻ വായിച്ചിട്ട് എനിക്ക് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ നിങ്ങളെങ്ങനെ ഖുർആൻ വായിച്ചു? നിങ്ങൾക്ക് അറബി അറിയിച്ചു? ഇല്ല, അറബി അറിയില്ല, ഞാൻ ട്രാൻസ്ലേഷൻ വായിച്ചു. ട്രാൻസ്ലേഷൻ ഖുർആനല്ല. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഖുർആനല്ല. അത് ആ ഖുർആൻ വായിച്ചപ്പോൾ ഒരാൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അയാൾ എഴുതി വെച്ചതാണ് ഖുർആൻ ട്രാൻസ്ലേഷൻ, അല്ലെങ്കിൽ ആശയ വിവർത്തനം എന്ന് പറയുന്നത്. അതല്ലാതെ പരിശുദ്ധ ഖുർആനിന്റെ വിജയമില്ലല്ലോ. ഒരാൾ ഒന്നുമില്ലാതെ എന്ത് ചെയ്യുക, അത് ട്രാൻസ്ലേഷൻ തുറന്നതിന് പ്രശ്നമില്ലല്ലോ. അതുപോലെ ഹൈദുൽ നിഫാസിലുള്ള ആളുകൾക്ക് അമാനുവിന്റെ തഫ്സീർ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പരിഭാഷകൾ തുറന്നതിന് വിരോധം. ഖുർആനല്ല. ഖുർആൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ അറബി ഭാഷ പഠിച്ചിട്ടുള്ളത് പഠിക്കണം. വീണ്ടും ഒരു 3-4 വർഷം കഴിഞ്ഞതിന് ശേഷം അയാള് ഈ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പൈസ രാജാവ് പോവാണ്. ചോദിച്ചു, നമ്മള് ഖുർആൻ പഠിച്ചു വെച്ചു. ഞാൻ അറബി ഭാഷ പഠിച്ചു, ഖുർആൻ വായിച്ചു, എന്താ തോന്നി വെച്ചു. ഞാനിപ്പോ മുസ്ലിമാണെന്ന് പറഞ്ഞു. പറഞ്ഞ് ഭാഷ പഠിച്ചിട്ട് ഖുർആനെ പഠിക്കുന്നതും അതല്ലാതെ കേട്ട് പഠിക്കുന്നതും ഒരു വലിയ വ്യത്യാസം. അതിൽ ഓരോ ആഴ്ചകൾ കേൾക്കുമ്പോ നമുക്ക് കരച്ചിൽ വരുന്നതും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ ഭാഷ പഠിക്കുമ്പോൾ കിട്ടുന്ന അറബി ഭാഷക്ക് അത്ര വലിയ പ്രാധാന്യമുണ്ട്. മുൻഗാമികളൊക്കെ ഒരുപാട് ആ വിഷയത്തിൽ സംസാരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പ്രത്യേക ക്ലാസ് തന്നെ വെക്കാൻ മാത്രം അറബി ഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വന്നൊരു കത്ത്, ആ കത്ത് കിട്ടിയ ഉടനെ തന്നെ തിരിച്ച് ഗവർണർക്ക് കത്ത് അയച്ചിട്ട് പറഞ്ഞു, ഈ കത്ത് എഴുതിയ ആൾക്ക് ചാട്ടവാറോട് 40 അടി കൊടുക്കണം. അദ്ദേഹം പറഞ്ഞ കാരണം എന്താ വെച്ചാൽ അയാൾ എഴുതിയ കുറെ കാര്യങ്ങൾ തെറ്റുണ്ട്, ഭാഷാപരമായിട്ട് തെറ്റുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങൾ അനന്തരാവകാശം, നിങ്ങൾ അറബി ഭാഷ പഠിക്കുവിൻ എന്ന് ആദ്യം പറയുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ അനന്തരാവകാശം പഠിക്കുവിൻ. അത് ഫിഖ്ഹി ആയിട്ടുള്ള ഒരു വിഷയം പഠിക്കുന്നതിനേക്കാൾ രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പ്രാധാന്യം കൊടുത്തിരുന്ന അറബി ഭാഷ പഠിക്കാനായിരുന്നു. കാരണം അത് പഠിച്ചാലാണ് ചെയ്യുന്നത്. ഖുർആനിൽ നിന്ന് കിട്ടേണ്ടത് അതുപോലെ, അള്ളാഹു പറയുന്നത് അതുപോലെ നമുക്ക് ഇങ്ങനെ ഹൃദയത്തിലേക്ക് എടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോ ഖുർആൻ പഠനവും അതുപോലെ തന്നെ അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ ആവശ്യമായ രൂപത്തിൽ അറബി ഭാഷാ പഠനവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഖുർആനെ നമ്മുടെ ഹൃദയത്തോടു കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് എന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയപ്പെടുന്ന രൂപത്തിൽ ഖുർആനിന്റെ വിഷയത്തിൽ പ്രാവീണ്യമുള്ള ആളുകൾ നാളെ പരലോകത്ത് ആ രൂപത്തിലുള്ള മലക്കുകൾ കിറാമിൽ ബററ, മാന്യന്മാരായ പുണ്യവാന്മാരായ മലക്കുകളുടെ കൂടെയായിരിക്കുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ അത് അനർത്ഥമാക്കുന്ന, അത് സംഭവിക്കുന്ന ആളുകളായിട്ട്, അതിന് തൗഫീഖ് ലഭിക്കുന്ന ആളുകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവിടെയും മാറ്റി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കാൻ, അത് ജീവിതത്തിലേക്ക് പഠിക്കുന്നതിനനുസരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ഇനി ഒരിക്കലും പരിശുദ്ധ ഖുർആൻ ഓതാത്ത ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടി, അതുപോലെ തന്നെ തുടർച്ചയായിക്കൊണ്ട് ഒരിക്കലും വിടാത്ത രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരു ക്ലാസ്സിലെങ്കിലും ഞാൻ പങ്കാളിയാകും എന്ന ഒരു തീർച്ചയായിട്ടുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി, ഒരു ഉറപ്പോടു കൂടി മാത്രം
ഇവിടുന്ന് പിരിഞ്ഞു പോകണമേ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. اللهم اجعلنا من أهل القرآن يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.